ബഹുമാന്യരെ നമസ്കാരം. വിശ്വവിഖ്യാതനായ വില്യം ഷേക്സ്പിയറുടെ ഒഥല്ലോ എന്ന നാടകത്തിന്റെ സംഗ്രഹമാണ് ഇന്നിവിടെ പറയുന്നത്. ഈ നാടകം 1603 രചിക്കപ്പെട്ട് അരങ്ങേറുകയും അത് കോർഷിയോ വേർഷനിൽ 1622 ഇറങ്ങിയപ്പോൾ മൂർ ഓഫ് വെനീസ് എന്ന പേരിലും പിന്നീട് ഒഥല്ലോ എന്ന പേരിലും ഇറങ്ങുകയുണ്ടായി. ഈ നാടകം ഒഥല്ലോ എന്ന കറുത്ത വർഗക്കാരൻ്റെയും ഡെസ്ഡിമോണ എന്ന അതീവ സുന്ദരിയായ വെള്ളക്കാരിയുടെയും കഥയായാണ് ഷേക്സ്പിയർ അവതരിപ്പിക്കുന്നത്. ഒഥല്ലോ ആഫ്രിക്കയിൽ നിന്ന് വെനീസിലേക്ക് കുടിയേറിയ ഒരാളുടെ പിൻഗാമിയാണ്. അദ്ദേഹം തൻ്റെ യുദ്ധങ്ങളിൽ വളരെയേറെ വീരസാഹസികത കാണിച്ചിരുന്ന ഒരു ജനറൽ ആണ്. ജനറൽ എന്ന് പറഞ്ഞാൽ സേനാധിപതി. അദ്ദേഹം തൻ്റെ യുദ്ധവീര പരാക്രമണ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ബ്രബൻസിയോ എന്ന് പറയുന്ന സെനറ്ററോട്, പ്രഭുവിനോട് വിവരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ ആ വിവരണങ്ങളെല്ലാം കേട്ടു നിൽക്കുമായിരുന്നു. അതിൽ ആകർഷ്ടയായ അവൾ അയാളിൽ അനുരക്തയാകുകയും അങ്ങനെ അവർ രഹസ്യമായിട്ട് വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവളിൽ നേരത്തെ അനുരക്തനായിരുന്ന റോഡറിഗോ എന്ന് പറയുന്ന ഒരു ധനികനും സുന്ദരനുമായിട്ടുള്ള റോഡറിഗോ ഇവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതറിഞ്ഞ് അദ്ദേഹം അവളെ എങ്ങനെയെങ്കിലും സ്വായത്തമാക്കി തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒഥല്ലോയുടെ സുഹൃത്തായിട്ടുള്ള ഇയാഗോയ്ക്ക് ധാരാളം പണം കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ പണമെല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന് ഉള്ള ആ സങ്കടത്തോടുകൂടി വന്ന് ഇയാഗോയോട് ആ പണം ചോദിക്കുന്ന രംഗത്തോടുകൂടിയാണ് ഈ നാടകം ആരംഭിക്കുന്നത്. ഈ നാടകം വെനീസിലെ ഒരു തെരുവിൽ വെച്ച് ഇവർ തമ്മിലുള്ള വാക്കേറ്റത്തോടെയാണ് ആരംഭിക്കുന്നത്. അങ്ങനെ ഇയാഗോ അയാളോട് പറയുകയാണ്, ഞാൻ എങ്ങനെയെങ്കിലും അവളെ നിനക്ക് ഞാൻ തരപ്പെടുത്തി തരും, നീ ക്ഷമിക്കൂ എന്ന് പറയും. എന്നിട്ട് അവർ ഇരുവരും ചേർന്ന് ബ്രബൻഷിയുടെ വീടിന് മുന്നിലേക്ക് എത്തുകയാണ്. അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു, താങ്കളുടെ മകളെ ഒഥല്ലോ തട്ടിക്കൊണ്ടുപോയി എന്ന്. അപ്പോൾ അവിടെ നോക്കിയ ബ്രബൻഷിയോ റോഡ്രിഗോയെ കണ്ടപ്പോൾ അയാൾ തൻ്റെ മകളുടെ പിന്നാലെ നടക്കുന്നവനാണെന്നും പലപ്പോഴും ഓടിച്ചു വിട്ടവനാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അത് കാര്യമാക്കാതെ പോവുകയും എന്നാൽ വീട്ടിൽ ചെന്ന് പരതി നോക്കിയപ്പോൾ തൻ്റെ മകൾ അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഒരു കറുത്ത വർഗ്ഗക്കാരൻ്റെ ഒപ്പം തൻ്റെ മകൾ ഓടിപ്പോയി എന്നുള്ള ആ ഒരു സഹിക്കാൻ പറ്റാത്ത ഉദ്ദേശത്തോടുകൂടി അയാൾ ഒഥല്ലോയുടെ വീട്ടിലേക്ക് വരുവാൻ. അപ്പോഴേക്കും ഇയാഗോ അവിടെ എത്തി കാര്യങ്ങൾ ധരിപ്പിച്ചു കഴിഞ്ഞു. ബ്രബൻഷിയോ ഇപ്പോൾ ഇവിടെ എത്തും, താങ്കൾ വേണ്ട മറുപടിയെല്ലാം പറയണം എന്ന് പറഞ്ഞിട്ട് ഇയാഗോ അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ അവിടെ എത്തുന്നത് കാസിയോയാണ്. കാസിയോയും കൂട്ടരുമാണ്. കാസിയോ വന്ന് പറയുന്നു, ഉടനെ തന്നെ ഡ്യൂക്കിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലണം, അവിടെ ഡ്യൂക്ക് താങ്കളെ കാത്തിരിക്കുന്നു. സൈപ്രസിൽ തുർക്കികൾ ആക്രമണമായി വരുന്നുണ്ട്, നമ്മുടെ അധീനതയിലാണ് സൈപ്രസ് ഉള്ളത്. ആ സൈപ്രസ് ആക്രമിച്ച് കീഴടക്കാനായി തുർക്കിപ്പട വന്നുകൊണ്ടിരിക്കുകയാണ്, അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുവാനായിട്ടായിരിക്കും താങ്കളെ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാസിയോ അവിടെ നിന്ന് പോയി, കാസിയോയും കൂട്ടരും പോവുകയാണ്. അപ്പോഴേക്കും ബ്രബൻഷിയോ അവിടെ എത്തുന്നു. തൻ്റെ മോളെ നിങ്ങൾ കൂടോത്രവും മാന്ത്രിക കുഴമ്പും ഒക്കെ കൊടുത്ത് വശീകരിച്ച് എടുത്തിരിക്കുകയാണ്, അവളെ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു വരികയാണ്. അപ്പോൾ ഇക്കാര്യമൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, ഡ്യൂക്ക് എന്നെ വിളിച്ചിരിക്കുന്നു, എനിക്ക് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒഥല്ലോ അങ്ങോട്ട് തിരിക്കുകയാണ്. എന്നാൽ എൻ്റെ കാര്യവും ഇപ്പോൾ തന്നെ തീരുമാനമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രബൻഷിയും അനുഗമിക്കുന്നു. അവിടെ എത്തി ഡ്യൂക്കിൻ്റെ കൊട്ടാരത്തിലെത്തി ബ്രബൻഷിയോ ഡ്യൂക്കിനോട് പറയുന്നു, തൻ്റെ മോളെ ഒഥല്ലോ, നമ്മുടെ ജനറലായിട്ടുള്ള ഒഥല്ലോ വശീകരിച്ചെടുത്തിരിക്കുകയാണ്, മന്ത്രജാലങ്ങൾ ചെയ്ത് അയാൾ എൻ്റെ മോളെ തട്ടിയെടുത്തിരിക്കുകയാണ്, എനിക്ക് എൻ്റെ മോളെ തിരിച്ചു തരണം എന്ന് പറയുക. ഡ്യൂക്ക് ഒഥല്ലോയെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ഒഥല്ലോ പറയുന്നു, ഞാൻ മന്ത്രമോ ജാലമോ ഒന്നും ചെയ്തല്ല ഡെസ്ഡിമോണയെ വിവാഹം കഴിച്ചത്, അവൾക്ക് എന്നോട്
പ്രണയം തോന്നിയതുകൊണ്ടാണ്. എനിക്കും അവളെ വളരെ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഉഭയസമ്മതപ്രകാരം വിവാഹം കഴിച്ചാണ് എന്ന് പറയുന്നു. അതിനുശേഷം ഡെസ്റ്റിമോണെ വിളിപ്പിച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, എനിക്ക് അദ്ദേഹത്തിൻ്റെ നിറമോ മറ്റോ ഒന്നുമല്ല ഞാൻ നോക്കിയത്, അദ്ദേഹത്തിൻ്റെ ധീരത ആണ് എന്നെ അയാളിൽ ആകർഷണമാക്കിയതെന്നും എനിക്ക് അയാളൊപ്പം പോയാൽ മതി, എൻ്റെ അമ്മ എൻ്റെ പിതാവിനോടൊപ്പം പോകുന്ന പോലെ എനിക്ക് അയാളിൽ വിധേയത്വത്തോടെ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് കരയുകയാണ്. മജിസ്ട്രേറ്റിനും മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു. അയാൾക്കും തെറ്റുകളൊന്നും കണ്ടെത്താതിനാൽ അവരെ ഒരുമിച്ച് ജീവിക്കാനുള്ള അനുമതി ഇരുവരും ചേർന്ന് കൊടുക്കുകയാണുണ്ടായത്. എന്നാൽ ബ്രബൻഷിയോക്ക് തൻ്റെ മകൾ ഒരു കറുത്ത വർഗ്ഗക്കാരനോടൊപ്പം ജീവിക്കുന്നതിൽ വളരെ 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 വിദ്വേഷമുണ്ടായിരുന്നു. അയാൾ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ കണ്ണുണ്ടെങ്കിൽ കാണുക, എൻ്റെ മകൾ, ലാളിച്ചു വളർത്തിയ എൻ്റെ മകൾ എന്നെ വഞ്ചിച്ച് നിന്നോടൊപ്പം പോന്നു, നാളെ നിന്നെയും അവൾ വഞ്ചിക്കും എന്ന് നീ കണ്ണുണ്ടെങ്കിൽ കാണുക എന്ന് പറഞ്ഞു. ഒഥല്ലോയുടെ മനസ്സിൽ അതൊരു മുറിവായി കിടന്നിരുന്നു എന്ന് വേണം അദ്ദേഹത്തിൻ്റെ പിൽക്കാല ചെയ്തികളിൽ നിന്ന് മനസ്സിലാക്കുവാൻ. അങ്ങനെ അവർ ജീവിക്കാൻ തുടങ്ങുമ്പോഴേക്കും സൈപ്രസിലുള്ള എത്തിയിട്ടുള്ള തുർക്കിപ്പടയുമായുള്ള യുദ്ധത്തിന് പോകണം എന്ന് ഡ്യൂക്കിൻ്റെ ഉത്തരവ് വന്നപ്പോൾ അങ്ങോട്ട് പോകാൻ ഒഥല്ലോ നിർബന്ധിതനായി. അപ്പോൾ അയാൾ പറഞ്ഞു, തൻ്റെ പുതുമണവാട്ടിക്ക് ഒരു നല്ലൊരു ഭവനം തയ്യാറാക്കി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഡെസ്റ്റിമോണ പറഞ്ഞു, തൻ്റെ പ്രിയതമനോടൊപ്പം യുദ്ധമുന്നണിയിലാണെങ്കിൽ പോകുന്നതാണ് തനിക്ക് സന്തോഷവും സുരക്ഷിതവും എന്ന് പറഞ്ഞപ്പോൾ കപ്പലിൽ കയറി അവളോട് ചേർന്ന് പോകുവാനായിട്ട് ഡ്യൂക്ക് അനുവദിക്കുകയും അവർ ഏവരും കപ്പലിൽ യുദ്ധമുന്നണിയിലേക്ക് പോവുകയും ചെയ്യാം. അങ്ങനെ യുദ്ധമുന്നണിയിലേക്ക് എത്തിയപ്പോൾ ഭാഗ്യമെന്ന് പറയട്ടെ, അവിടെ ഉണ്ടായ വലിയൊരു മിന്നലിലും കൊടുങ്കാറ്റിലും തുർക്കിപ്പടയിൽ ഭൂരിഭാഗം പേരും മരിച്ചു പോവുകയും ഇനി ധീരനായിട്ടുള്ള ഒഥല്ലോയെ നേരിടാൻ തങ്ങൾക്കാകുകയില്ലെന്ന് പറഞ്ഞ് അവർ അടിയറവ് പറഞ്ഞ് ബാക്കിയുള്ളവർ മടങ്ങിപ്പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ ശ്രീലാളിതരായ വെനീസ് പട വലിയൊരു ആഘോഷം ഇവരുടെ വിവാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ ചുമതല കാസിയോയെ ഏൽപ്പിക്കുകയും ചെയ്യാം. അപ്പോഴേക്കും ഇയാഗോയ്ക്ക് വളരെയേറെ വൈരാഗ്യം വളർന്നു വരികയാണ്. അതായത് ഈ ഒഥല്ലോ യുദ്ധത്തിൽ ജയിക്കുന്നു, താൻ റോഡ്രിഗോയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ പെണ്ണിനെ വിവാഹം കഴിച്ചിരിക്കുന്നു, താനിനി ആ പണം എല്ലാം മടക്കി കൊടുക്കണം, തന്നെയുമല്ല താൻ മോഹിച്ച ആ ഒരു ലഫ്റ്റനന്റ് പോസ്റ്റ് ഒരു സുഹൃത്തായിട്ട് പോലും തനിക്ക് തരാതെ കാസിയോയ്ക്ക് കൊടുത്തിരിക്കുന്നു. അതുകൂടാതെ ഒഥല്ലോയുടെ ഭാര്യയായിട്ടുള്ള ഡെസ്റ്റിമോണയുടെ ഡെസ്റ്റിമോണയുടെ പരിചാരകയായിട്ട് നിൽക്കുന്ന തൻ്റെ ഭാര്യ എമിലിയെയും ഒഥല്ലോ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന ആ ഒരു സംശയം കൂടി അയാളിൽ വളരെയേറെ വെറുപ്പും അതുപോലെ തന്നെ വൈരാഗ്യവും ഒക്കെ ഈ ഇയാഗോയുടെ ഉള്ളിൽ ഉണ്ടാക്കുകയാണ്. ഈ ആഘോഷവേളയിൽ വളരെ ദേഷ്യത്തോടെ തന്നെയായിരുന്നു, വളരെ വൈരാഗ്യത്തോടെ തന്നെയായിരുന്നു ഇയാഗോ നിന്നിരുന്നത്. ഈ കാസിയോ എല്ലാ ചുമതലകളും ഭംഗിയായിട്ട് നിർവഹിക്കുന്നതുകൊണ്ട് അവനെയും എങ്ങനെയെങ്കിലും വളരെ പ്രയാസങ്ങളിൽ അവൾ ഉണ്ടാക്കണം എന്ന് ഉറച്ച് വിചാരിച്ചുകൊണ്ട് കാസിയോ സ്വീകരണവേളയിൽ ഡെസ്റ്റിമോനോടൊപ്പം വളരെ ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും അവൻ അവളെ തട്ടിയെടുക്കുമെന്നും റോഡിനോട് പറയുകയും ഈ ചെന്ന് എന്തെങ്കിലും ഒരു വഴക്കവിടെ ഉണ്ടാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. അതുകൂടാതെ കാസിയോയെ അളവിൽ കവിഞ്ഞ് മദ്യം കൊടുത്ത് അവനെ ബോധരഹിതനാക്കുകയും ഇയാളുമായിട്ടുള്ള റോഡ്രിഗോയുമായിട്ടുള്ള ചെറിയ അടിപിടി വലിയൊരു കത്തിക്കുത്തിയിൽ കലാശിക്കുകയും മൊണ്ടാനോ എന്ന് പറയുന്ന ഗവർണർക്ക് കുത്തേൽക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ അന്വേഷണ ചുമതല ഒഥല്ലോയിലാണ് വന്നുചേർന്നത്. ഒഥല്ലോ അന്വേഷിച്ചപ്പോൾ കാസിയോയാണ് ഇതിൻ്റെ തുടക്കക്കാരൻ എന്ന് മനസ്സിലാക്കുകയും കാസിയോയെ ശിക്ഷിക്കുകയും ചെയ്യണം. കാസിയോയെ ജോലിയിൽ നിന്ന് പറഞ്ഞു. വളരെ ദുഃഖിതനായ കാസിയോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാഗോ അടുത്തെന്ന് പറയുകയാണ്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്റെ ജോലി ഉടനെ തിരിച്ചു തരും, നീ ഡെസ്റ്റിമോണയെ ചെന്ന് കണ്ടാൽ മതി. ഒഥല്ലോ വിവാഹശേഷം സുന്ദരിയായ ഡെസ്റ്റിമോണയെ വിവാഹം കഴിച്ചതിന് ശേഷം ഒരു പെങ്കോന്നനെ പോലെയാണ്. അവൾ പറയുന്നത് എന്തും അനുസരിക്കുന്ന ഒരു ഭർത്താവാണ് അയാൾ. നീ ചെന്ന്
ഡെസ്റ്റിമോണെ കണ്ട് കാര്യം പറഞ്ഞാൽ അവൻ്റെ മനസ്സ് മാറി, ഡെസ്റ്റിമോണെ പറയുന്നത് കേൾക്കുന്ന അവൻ്റെ മനസ്സ് മാറി, നിന്നെ തിരിച്ചെടുക്കുമെന്ന് ഉറപ്പാണ്, നീ ചെല്ലണം എന്ന് പറഞ്ഞു. ഈ വിവരങ്ങൾ, അവൻ വരുന്ന വിവരങ്ങൾ ഡെസ്റ്റിമോണെ അറിയിക്കുകയും ആ വരാൻ തക്ക സമയം കണ്ടെത്തി ആ വരുന്ന സമയത്ത് ഒഥല്ലോയെ തന്ത്രപൂർവ്വം ഇയാഗോ അവിടെ നിന്ന് മാറ്റുകയും ചെയ്യുന്നു. കാസിയോ അയാൾ ഇല്ലാത്ത സമയത്ത്, ഒഥല്ലോ വീട്ടിലില്ലാത്ത സമയത്ത് ഡെസ്റ്റിമോണിൻ്റെ അടുത്ത് വരികയും അവരുമായി സംസാരിക്കുകയും ചെയ്യുന്നു. താൻ മദ്യപാനം മൂലമാണ്, മനഃപൂർവ്വമല്ലാത്ത ഒരു തെറ്റാണ് താൻ ചെയ്തതെന്നും തൻ്റെ ജോലി ലെഫ്റ്റനൻ്റ് പദവി തിരിച്ചു നൽകണം എന്നും അഭ്യർത്ഥിക്കുകയാണ്. ഡെസ്റ്റിമോണാകട്ടെ താൻ ഭർത്താവിനോട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് അയാൾ അയക്കുന്നു. അയാൾ ഇറങ്ങുന്ന സമയത്ത് ഇയാഗോ തന്ത്രപൂർവ്വം ഒഥല്ലോയെ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഒഥല്ലോയോട് നേരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാസിയോ ഭാര്യ മൂലം ജോലി തിരിച്ചു മേടിക്കേണ്ട ഗതികേടും ഒക്കെ ഓർത്ത് അവരെ കാണാത്ത മട്ടിൽ അവിടെ നിന്ന് പോവുകയാണ്. ഇത് തനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നും അവൻ്റെ പോക്കത്ര പന്തിയല്ലെന്നും ഇയാഗോ ഒഥല്ലോ അറിയിക്കുകയാണ്. എന്തൊക്കെയോ ബന്ധങ്ങൾ ഡെസ്റ്റിമോണയായിട്ട് അവൻ ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുകയാണ്. വിവാഹ ആഘോഷവേളയിൽ അവൻ വളരെ പഴകിയതും അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ താങ്കൾ വീട്ടിലില്ലാത്ത സമയത്ത് അവൻ ഇവിടെ വരുന്നതിലുമൊക്കെ എനിക്ക് ചില സംശയങ്ങളുണ്ട് എന്ന് അവൻ പറയുകയാണ്. താങ്കളുടെ ഭാര്യയെ ഒന്ന് നിരീക്ഷിക്കണം, എന്തൊക്കെയോ അടുപ്പം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞങ്ങൾ ഒന്നിച്ചുറങ്ങുമ്പോൾ കാസിയോ ഡെസ്റ്റിമോണയുടെ പേരാണ് വിളിച്ചു പറയുന്നത്. തന്നെയുമല്ല ഞാൻ ഡെസ്റ്റിമോണയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് എൻ്റെ ചുണ്ടുകളിൽ ചുംബിക്കുകയും കാലെടുത്ത് എൻ്റെ തുടയിൽ വയ്ക്കുകയൊക്കെ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ഇതിൽ ഒരു നോട്ടം താങ്കൾക്ക് വേണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒഥല്ലോ പറയുന്നു, താങ്കളുടെ ഭാര്യയെ തന്നെ അതിൽ ചട്ടം കെട്ടുക. ഞാനിവിടെ ഇല്ലാത്ത സമയങ്ങളിൽ അവർ തമ്മിൽ സന്ധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായി എമിലിയെ ചട്ടം കെട്ടുക എന്ന് പറഞ്ഞു. അത് തീർച്ചയായും ചെയ്യുമെന്ന് പറഞ്ഞു. എമിലിയെ അങ്ങനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടൊരു ദിവസം ഇത്തരം സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ ഒഥല്ലോ പറയുന്നു, താങ്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, എനിക്ക് ഉപോത്ബലകമായിട്ടുള്ള തെളിവുകൾ തരണം. അപ്പോൾ വാസ്തവത്തിൽ ഇയാഗോ കെണിഞ്ഞു പോവുകയാണ് ചെയ്തത്. കാരണം ഒരു ജനറലിൻ്റെ, ഒരു സേനാധിപൻ്റെ ഭാര്യയെക്കുറിച്ച് വെറും പരദൂഷണം പറഞ്ഞാൽ അതിന് തെളിവില്ലെങ്കിൽ അദ്ദേഹം തന്നെ എന്തു ചെയ്യും എന്ന് ഭയത്തോടുകൂടി അദ്ദേഹം അതിനൊരു തെളിവുണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇയാഗോയ്ക്കറിയാം ഒഥല്ലോയുടെ വിവാഹ സമയത്ത് അദ്ദേഹം അവരുടെ പ്രണയ ജീവിതം സൗഭാഗ്യത്തോട് പോകാൻ വേണ്ടി അവൾക്ക് സമ്മാനിച്ച ആ പട്ടുതൂവാല ഈജിപ്ഷ്യൻ പിരമിഡുകളിൽ അടക്കപ്പെട്ട കന്യകമാരുടെ ഹൃദയരക്തം തുരന്നെടുത്ത് മന്ത്രവാദിനികൾ പട്ടുനൂലിൽ നെയ്ത ആ തൂവാല അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണക്കിടക്കയിൽ വെച്ച് ഒഥല്ലോയ്ക്ക് നൽകുകയാണ്. ഇത് നീ വിവാഹം കഴിക്കുന്ന പെണ്ണിന് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, എങ്കിൽ നിങ്ങളുടെ വിവാഹ ജീവിതം വളരെ സൗഭാഗ്യത്തോടെ ആയിരിക്കും മോനെ എന്ന്. ആ പട്ടുതൂവാല അവൾ എടുത്ത് കാസിയോക്ക് കൊടുത്തിട്ടുണ്ട്. അവൻ ആ തൂവാല കൊണ്ട് താടി തുടക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതിനു മുമ്പേ അവൻ എമിലിയെ ഉപയോഗിച്ച് നിരന്തരമായി എമിലിയെ നിർബന്ധിച്ച് ആ പട്ടുതൂവാല കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ദിനം വളരെ വിഷണ്ണനായിട്ടിരിക്കുമ്പോൾ ഡെസ്റ്റിമോണ തന്നെ വന്ന് അദ്ദേഹത്തെ തലവേദന മാറുവാനായി ആ പട്ടുതൂവാല എടുത്ത് തലയിൽ കെട്ടിക്കൊടുത്തിരുന്നു. ആ പട്ടുതൂവാല അത്ര വലുതല്ലാത്തതിനാൽ അതെടുത്ത് അയാൾ നിലത്തേക്കിട്ടു. ഈ സമയം അവിടെ എത്തിയ എമിലിയ ആ തൂവാല എടുത്തുകൊണ്ട് പോയി ഭർത്താവിന് കൊടുക്കുകയും ചെയ്തു. ആ പട്ടുതൂവാല കിട്ടിയപ്പോൾ അയാൾക്ക് നിന്നില്ലാത്ത സന്തോഷമായിരുന്നു. അതുകൊണ്ടുപോയി ഈ കാസിയുടെ മുറിയിൽ ഇടുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ഈ കാര്യം വന്ന് പറയുന്നത്. അപ്പോൾ ആ പട്ടുതൂവാല അവിടെ ഇട്ടു എന്ന് പറഞ്ഞപ്പോൾ അതും അത്ര തന്നെ കാര്യമാക്കാതെ വന്ന് ചോദിക്കാനുണ്ടത്. അപ്പോഴും കാസിയോക്ക് ജോലി തിരിച്ചു കൊടുക്കണം എന്നാണ് ഡെസ്റ്റിമോണ അദ്ദേഹത്തോട് പറഞ്ഞത്. എന്തൊക്കെയോ സംശയമുണ്ടെന്ന് അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഇയാഗോ എന്ന് പറയുന്നു, ഞാൻ താങ്കളെ ചില കാര്യങ്ങൾ കാണിച്ചു തരാം. അവൻ്റെ വയലിൽ നിന്ന് തന്നെ താങ്കളുടെ ഭാര്യയുമായിട്ടുള്ള രഹസ്യങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം എന്ന് പറഞ്ഞ്
ഒഥല്ലോയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഒഥല്ലോ വിളിച്ചുകൊണ്ട് പോയി അത് കാസിയുടെ വീടിന് പുറകിൽ ഒളിച്ചിരുത്തിയതിനു ശേഷം ബിയാങ്ക എന്ന് പറയുന്ന അദ്ദേഹം കാസിയുടെ വെപ്പാട്ടിയുമായുള്ള രഹസ്യ ലൈംഗിക കാര്യങ്ങൾ ചോദിക്കുകയാണ്, പേര് പറയാതെ. ബിയാങ്കയുമായുള്ള രഹസ്യങ്ങൾ കുറിച്ച് പേര് പറയാതെ, ഡെസ്റ്റിമോണ എന്ന് പറയാതെ ചോദിക്കുകയാണ്. അപ്പോൾ കാസിയോ, എല്ലാം വെട്ടി തുറന്നു പറയുന്ന സ്വഭാവമുള്ള കാസിയോ രഹസ്യമായിട്ടുള്ള പറയാൻ കാര്യങ്ങളെല്ലാം അവനോട് പറയുകയാണ്. അത് ഡെസ്റ്റിമോണയെ കുറിച്ചുള്ള കാര്യങ്ങളാണെന്നാണ് ഒഥല്ലോ തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കാണുന്ന കാഴ്ച, ബിയാങ്ക ആ പട്ടുതൂവാല കൊണ്ടെന്ന് കാസിയുടെ നേരെ വലിച്ചെറിയാണ്. താങ്കളുടെ കാമുകി തന്ന തൂവാലയുടെ പകർപ്പെടുക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ചിത്രപ്പണികളുള്ള ആ തൂവാലയുടെ ഒരു പുതിയ പകർപ്പെടുക്കാനായി തുന്നൽ വേല അറിയാവുന്ന ബിയാങ്കയെ അയാൾ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഈ തൂവാല കാമുകി കൊടുത്താണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെടാതെ അതുകൊണ്ടെന്ന് എറിയുന്ന ആ രംഗം കൂടി കണ്ടപ്പോൾ വാസ്തവത്തിൽ ഈ ഒഥല്ലോയുടെ മനസ്സ് തകർന്നു പോവുകയാണ്. തൻ്റെ ഭാര്യ ഇത്ര വലിയ ചതി തന്നോട് ചെയ്തല്ലോ എന്നുള്ള ആ ദേഷ്യത്തോടുകൂടി വീട്ടിലെത്തിയ അയാൾ ആ തൂവാല എവിടെ നിന്ന് ചോദിക്കുമ്പോൾ വീണ്ടും അവൾ പറയുന്നത് കാസിയൊക്കെ ആ ജോലി കൊടുക്കണമെന്നാണ്. അതുകൊണ്ട് കേട്ടപ്പോൾ കാസിയും അവൾ തമ്മിലുള്ള വളരെ വലിയ അടുപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ അയാൾ അവളെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയെ കഴുത്ത് നിരിച്ചു കൊള്ളണം എന്നുള്ള വാക്കുകൾ അയാളുടെ മനസ്സിൽ കടന്നുകൂടി. അയാളെ എത്രയും വേഗം കൊല്ലണം എന്നുള്ള ആ ഒരു മനസ്സിന്റെ സംഘർഷങ്ങളോടുകൂടി അയാൾ മുറിയുടെ ഒരു മൂലയിൽ ചെന്ന് തലകുനിച്ച് കുത്തിയിരുന്നു. എന്നാൽ തൻ്റെ ഭർത്താവ് ഇത്രയും വലിയ ക്രൂരനായി മാറിയിട്ടുണ്ടെന്നറിയാതെ ഡെസ്റ്റിമോണ ഉറങ്ങുവാനായിട്ട് പോവുകയാണ്. അവൾ കിടന്നപാടെ ഉറങ്ങിപ്പോയി. എന്നാൽ വളരെ ദേഷ്യത്തോടുകൂടി എഴുന്നേറ്റ് വന്ന ഒഥല്ലോ അവളുടെ കിടപ്പ് കണ്ട്, അവളുടെ സൗന്ദര്യം കണ്ട് ഒരു നിമിഷം അതിൽ നിന്ന് പിന്മാറിയെങ്കിലും അവളെ ഒരു അന്ത്യചുംബനം കൊടുത്തുകൊണ്ട് അവളുടെ കഴുത്തിൽ ഒരു തലയെടുത്ത് നീക്കി കൊല്ലുമാറാക്കുകയാണ്. എന്നാൽ ആ സമയം അവിടെ എമിലിയ ഓടിയെത്തുകയാണ്. അവിടെ വെച്ച് എമിലിയ പറയുകയാണ്, ഇയാഗോ റോഡ്രിഗോയെ കൊന്നു, കാസിയെയും കുത്തിപ്പരിക്കേൽപ്പിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. ആ വിവരം പറയാനായിട്ട് ഓടി വരികയാണ്. അപ്പോഴേക്കും അവിടെ എന്തോ ഒരു അപശബ്ദം കേട്ട് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒഥല്ലോ പറഞ്ഞു, ഞാൻ ഡെസ്റ്റിമോണയെ കൊന്നു. ഡെസ്റ്റിമോണയ്ക്ക് എൻ്റെ വിവാഹനാളിൽ നൽകിയ ആ പട്ടുതൂവാല അവിടെ ഉണ്ടെന്ന് എന്നെ അറിയിച്ചത്, കാസിയയുടെ മുറിയിലുണ്ടെന്ന് എന്നെ അറിയിച്ചത് നിങ്ങളുടെ ഭർത്താവാണ്, ഇയാഗോയാണ്. എൻ്റെ സുഹൃത്തായ ഇയാഗോയാണ് എനിക്ക് എല്ലാ തെളിവുകളും തന്നത്. ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നു. അപ്പോൾ എമിലിയ ഞെട്ടിത്തെറിച്ചു. താനാണ് ഈ പട്ടുതൂവാല ഇവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി തൻ്റെ ഭർത്താവിന് കൊടുത്തത്. തൻ്റെ ഭർത്താവാണ് ആ തൂവാല അവിടെ കൊണ്ടുപോയിട്ടുണ്ടാവുക. അയാളാണ് കൊടും ചതിയൻ, കൊടും ക്രൂരൻ. ഈ ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനാണ്, ചതിയനാണ് തൻ്റെ ഭർത്താവ് എന്ന് അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്. അപ്പോഴേക്കും അവിടെ ലോഡോവിക്കോയും കാസിയോയും എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഇയാഗോയും. അവരുടെ എല്ലാം മുന്നിൽ വെച്ചാണ് എമിലി ഉറക്കെ വിളിച്ചു പറയുന്നത്, തൻ്റെ ഭർത്താവ് വളരെ വലിയൊരു ചതിയനാണ്, ഈ കുടുംബം തകർത്തത് തൻ്റെ ഭർത്താവായിട്ടുള്ള ഇയാഗോയാണ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഒട്ടും സഹിക്കാൻ വയ്യാതെ ഇയാഗോ ഓടി വന്ന് എമിലിയെ കുത്തി വീഴ്ത്തുകയാണ്. അവൻ അവിടെ നിന്ന് ഓടുന്നു. അപ്പോൾ മാത്രമാണ് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ താൻ ചതിക്കപ്പെട്ടാണെന്ന്, താൻ അവിടെ കണ്ടെടുത്ത ആ തൂവാല ഇയാഗോയാണ് അവിടെ കൊണ്ടുപോയിട്ടെന്ന് മനസ്സിലാക്കിയ, താൻ അവൻ്റെ കെണിയിൽപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയ ഒഥല്ലോ തനിക്കിനി മോക്ഷമില്ല, താൻ നശിച്ചു, തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, തൻ്റെ എല്ലാമെല്ലാമായ തൻ്റെ നിഷ്കളങ്കായ ഭാര്യയെ താൻ കൊന്നു, തനിക്കിനി ജയിൽ ജീവിതം മാത്രമാണ്, തൻ്റെ എല്ലാ പദവികളും ഇതോടെ നഷ്ടമായി എന്ന് തിരിച്ചറിഞ്ഞ ഒഥല്ലോ അകത്ത് ചെന്ന് താൻ സൂക്ഷിച്ചിട്ടുള്ള നദിയിലെ ഒഴുക്ക് വെള്ളത്തിൽ ചരൽക്കല്ലുകളിലിട്ട് ഒഴുക്കി മുറിച്ചു കൂട്ടിയ ആ കടാരിയെടുത്ത് സ്വയം കുത്തി വീഴുന്നിടത്താണ് ഈ നാടകം അവസാനിക്കുന്നത്. കുത്തി വീഴുമ്പോൾ അയാൾ പറയുകയാണ്, ഞാൻ നിന്റെ ഒപ്പം വരുന്നു, എനിക്ക് ജീവിതമില്ല, നിന്റെ ഒപ്പം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചുംബനങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഒഥല്ലോ അവിടെ മരിച്ചു വീഴുന്നത്. ഇയാഗോയ്ക്ക്
മരണശിക്ഷ വിധിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ദുരന്ത നാടകം അരങ്ങേറിയത് മുതൽ ലോകത്തിന്റെ പല ഭാഗത്തും അന്നും ഇന്നും അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്നു.